അമേരിക്കയിൽ വീണ്ടും ഇസ്ലാമിക ഭീകരതയാണ്. അതായത് ജൂതരെ എവിടെ കണ്ടാലും തീർക്കുക എന്ന പലസ്തീൻ പതാകയും ഏന്തി ജൂതരെ കണ്ടാൽ അപ്പം തന്നെ വെടിവെച്ച് തീർക്കുക. അമേരിക്കയിൽ വീണ്ടും ഒരു ഭീകരാക്രമണത്തിനാണോ വഴിയൊരുങ്ങുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഒടുവിലായിട്ട് നടന്നത്. ഒരാഴ്ചക്കിടയിൽ നടന്ന രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു ഇസ്രയേൽ എംബസിയിലുള്ള 2 ഉദ്യോഗസ്ഥരെ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായിട്ട് വന്ന ഒരാൾ വെടിവെച്ച് കൊന്നിരുന്നു. ഇവർ തമ്മിൽ ഒരു മുൻപരിചയവുമില്ല. ഫലസ്തീൻ അനുകൂലി ഇസ്രയേൽ വിദ്വേഷത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ക്രൈമാണ്. അതൊരു ഭീകരാക്രമണമായിട്ടാണ് അമേരിക്ക വിലയിരുത്തിയത്. സമാനമായ ഒരു സംഗതിയാണ് ഇന്നും ഉണ്ടായത്. ഇന്ന് കൊളറാഡോയിലെ ബോൾഡർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രയേൽ അനുകൂലികൾ ഇസ്രയേൽ വംശജർ ധാരാളമായി കഴിയുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ വംശജർക്ക് വേണ്ടി അവരുടെ സ്മരണാർത്ഥം ഒരു മൗനജാഥ നടക്കുകയായിരുന്നു. അവിടേക്ക് മുഹമ്മദ് സാബ്രി സൊലൈമാൻ, അങ്ങനെയാണ് പോലീസ് അയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്, എന്നയാൾ ഇതേപോലെ ഹൗ മെനി ചിൽഡ്രൻ ഹാവ് യു കിൽഡ്, നിങ്ങൾ എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു മൊളോട്ടോവ് കോക്ടെയിൽ എന്നറിയാം, അതായത് നമ്മുടെ ഈ പെട്രോൾ ബോംബിന് സമാനമായ ഒരു സാധനം, അത് എറിയുമ്പോൾ വീഴുന്നിടം തീ പിടിക്കും, പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഈ മൊളോട്ടോവ് കോക്ടെയിൽ എടുത്തെറിഞ്ഞ് 6 പേരെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. ഈ 6 പേരും ഏതാണ്ട് 60-നും 88-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇയാൾ ഒരു ഷർട്ടൊന്നും ധരിക്കാതെ ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾ ഈ മൊളോട്ടോവ് കോക്ടെയിൽ കയ്യിലെടുത്തിട്ട് എറിയാൻ ആക്രോശിച്ച് വരുന്നതിൻ്റെയൊക്കെയാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇയാളെ ഒരാൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ അയാളോട് പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ FBI ചീഫ് കാഷ് പട്ടേൽ ഇതിനെ ഒരു കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കൊളറാഡോ അറ്റോർണി ജനറൽ ഇതിനെ ഹേറ്റ് ക്രൈം, അതായത് ഈ മതവിദ്വേഷത്തിൻ്റെയൊക്കെ പേരിൽ ചെയ്യുന്ന കുറ്റകൃത്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരാഴ്ചക്കിടയിൽ നടന്ന രണ്ടാമത്തെ സംഗതിയാണ്. മുമ്പും ഇതേപോലെ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഒരാൾ തോക്കെടുത്ത് വെടിവെച്ചത്. ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ട 2 പേരും ഇയാളുമായിട്ട് മുൻപരിചയമില്ലാത്തവരായിരുന്നു. അത് മാത്രമല്ല, അവർ വിവാഹം കഴിക്കാനായിട്ട് അടുത്ത ആഴ്ച വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു ഈ സംഭവമെല്ലാം ഉണ്ടായത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു അയാൾ ഈ ചെയ്തത്. അവിടെയും ഇതേപോലെ ഒരു മ്യൂസിയം, അതിൻ്റെ പരിസരത്താണ് സംഭവം നടന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഒരു ജാഥ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ കൃത്യമായ ആസൂത്രണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. കാരണം ഒരേ സ്വഭാവത്തിലുള്ള 2 സംഭവങ്ങൾ ഒരാഴ്ചയുടെ ഇടവേളയിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മുഹമ്മദ് സാബ്രി സൊലൈമാൻ എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് മറ്റൊരാളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ആൻറ്റി സെമിറ്റിസം, അതായത് ജൂതമത വിദ്വേഷം, അത് പ്രചരിപ്പിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കൃത്യമായും ഫലസ്തീൻ അനുകൂലികളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികൾ അവർക്കുള്ള വിസ കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. അതിൻ്റെ കാരണം ഈ ക്യാമ്പസുകളിലെല്ലാം ഈ ഫലസ്തീൻ അനുകൂലികൾ അവരുടെ എണ്ണം വർദ്ധിക്കുകയും അവർ പലയിടങ്ങളിലായി സോഷ്യൽ മീഡിയയിലടക്കം പലയിടങ്ങൾ പരസ്യമായിട്ടും ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. നമുക്കറിയാവുന്ന പോലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ മുൻകരുതലുകൾ വല്ലാണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ അവർ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളെ, അത് ചൈനയ്ക്കും അത് ബാധകമാണ്. കാര്യം ചൈന അനുകൂല വിദ്യാർത്ഥികളും ഇതേപോലെ ക്യാമ്പസുകളിൽ വരികയും ഇടതുപക്ഷ അനുഭാവമുള്ള പ്രസ്താവനകളും പ്രകടനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ അവരുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് എടുത്ത് വലിയ രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ആശയപ്രചാരണം നടത്തുന്നവരെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇതേപോലെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യക്കാരെ അടക്കം അവർ നാടുകടത്തിയ രീതി നമുക്കറിയാം. കൈകൾ ബന്ധിച്ച് ചങ്ങലയൊക്കെ ഇട്ട് ആ രീതിയിലുള്ള നടപടികൾ സമീപ ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. ഈ ഇസ്ലാമിക ഭീകരത ലോകത്തെ മുഴുവൻ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു ഇസ്ലാമിക ഭീകരത നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും
ട്രംപിനെ പോലുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ ഇപ്പോൾ നിരന്തരം ഇത് 2ാമത്തെ തവണയാണ്. അപ്പോൾ ഇതിനെങ്ങനെ നേരിടാനാണ്, പ്രത്യേകിച്ച് ഇസ്രായേലികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു രീതി, ഇതിനെങ്ങനെ നേരിടാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ഈ നടപ്പിലാക്കിയവരെല്ലാം ഇവരുടെ വെറും ഒരു കണ്ണി മാത്രമാകാനാണ് സാധ്യത, അല്ലെങ്കിൽ ചാവേറുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ആശയധാരയിൽ അതിൽ ആകൃഷ്ടരായി അതിൽ പിന്തുടർന്ന് ചെയ്യുന്നവരായിരിക്കണം. ഇതിൽ ആദ്യത്തെ ആ വെടിവെപ്പ് സംഭവത്തിൽ ആ കൃത്യം നിർവഹിച്ചയാൾ ഈ ഫലസ്തീൻ അനുകൂലി മാത്രമാണ്. അയാൾക്ക് മറ്റ് പലസ്തീൻ അനുകൂല ഒരു പശ്ചാത്തലവുമില്ല. പലസ്തീൻ്റെ യാതൊരു പശ്ചാത്തലവുമില്ല. ഒരു പലസ്തീൻ അനുകൂലി മാത്രം. അയാൾ അമേരിക്കൻ സ്വദേശിയാണ്. ഈ 2ാമത്തെയാൾ മുഹമ്മദ് സാബ്രി സുലൈമാൻ, അയാൾ ഒരു പലസ്തീൻകാരനാണോ അതോ ഇതേപോലെ ഫലസ്തീൻ അനുകൂലിയാണോ എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം വലിയ രീതിയിൽ ആശയപ്രചരണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഹമാസിൻ്റെ അടക്കം വലിയ രീതിയിലുള്ള ആശയപ്രചരണം അമേരിക്കയിലടക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ ആകൃഷ്ടരായി ഇവർ പ്രചരിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ അതിൽ പ്രതികാരം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഇത് ഏറിയ പങ്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയപ്രചരണങ്ങളുടെ ഉറവിടമാണ് അമേരിക്ക കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്നാണ് അതിനെ വരെ വിശേഷിപ്പിക്കുക. അതായത് നമ്മൾ ഏതെങ്കിലും ഇതേപോലെ നിരോധിത സംഘടനയുമായി ബന്ധപ്പെടുന്നുണ്ടോ, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നിലയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മുടെ സ്വകാര്യ സംഗതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെങ്കിലും അത് FBI പോലുള്ള ഏജൻസികൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ക്യാമ്പസുകളിലാണ്. കാര്യം വിദ്യാർത്ഥികൾ ആണ് ഈ രക്തം തിളക്കുക എന്നൊക്കെ പറയുമല്ലോ, അവർ ഇത്തരം കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നവരിലേറെയും. അപ്പോൾ അവിടെയാണ് ക്യാമ്പസുകളിലും കർശനമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല യൂണിവേഴ്സിറ്റികളുടെയും ഫണ്ടിങ് അടക്കം അമേരിക്ക നിർത്തലാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇതേപോലെയുള്ള സമാനമായ നടപടികൾ തുടരും. ഇതിൻ്റെയൊക്കെ ആസൂത്രകരായി കണ്ടെത്തുന്നവരെ അവർ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഈ പ്രചാരകരായി നടക്കുന്നവരെ മിക്കവാറും നാട് കടത്താൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക കൈയും കാലും ബന്ധിപ്പിച്ച് നാട് കടത്തിയ പോലെ ഇവരെയും അവരുടെ പാസ്പോർട്ടും അവരുടെ വിസയും മറ്റ് കാര്യങ്ങളും എല്ലാം പാസ്പോർട്ട് അതാത് രാജ്യങ്ങൾ വിസ അതേപോലുള്ള കാര്യങ്ങളെല്ലാം റദ്ദാക്കി അവരെ അവരവരുടെ സ്വദേശങ്ങളിലേക്ക് മടക്കി അയക്കാനാണ് സാധ്യത. ഈ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയാണോ ഈ ഇത്തരം ഇസ്ലാമിക ഭീകരവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്നവരെ പോലും, അതായത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സെലിബ്രിറ്റികളായിട്ട് കരുതുന്നവർക്ക് പോലും അമേരിക്കയിൽ വസ്ത്രമഴിച്ച് പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വന്നിട്ട് ചരിത്രമുണ്ട് അമേരിക്കയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇത്തരം സംഗതികളെ അമേരിക്ക വെറുതെ കണ്ട് നോക്കിയിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർക്കെതിരെ ഇത്തരം പ്രശ്നങ്ങളുമായി ഇത്തരം ആശയധാരകളെ പിന്തുടരുന്നവരെ അവർ കർശനമായി നിരീക്ഷിക്കും, നടപടിയും ഉണ്ടാവും.